ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. കോഡിംഗ് ഹൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ലീഡ് കോഡ് സീരീസിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. അതായത് ലീഡ് കോഡ് നമ്പർ 26, റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഫ്രം സോർട്ടഡ് അറേ. ഈ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഞാൻ ഒന്ന് റീഡ് ചെയ്യാം. ഗിവൺ ആൻ ഇന്റിജർ അറേ നം സോർട്ടഡ് ഇൻ നോൺ ഡിക്രീസിംഗ് ഓർഡർ, റിമൂവ് ദ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇൻ പ്ലേസ് സച്ച് ദാറ്റ് ഈച്ച് യൂണിക് എലമെന്റ് അപ്പിയേഴ്സ് ഓൺലി വൺസ്. The relative order of the elements should be kept same. Then return the number of unique elements in nums. എന്ന് വെച്ചാൽ നമുക്കൊരു അറേ തരുന്നുണ്ട്, ഇൻപുട്ട് ആയിട്ട് ഒരു അറേ തരുന്നുണ്ട്. പിന്നെ അവിടെ പോയിന്റ് എന്ന് വെച്ചാൽ നോൺ ഡിക്രീസിങ് ഓർഡർ എന്ന് വെച്ചാൽ ഒരു സോർട്ടഡ് അറേയാണ് തരുന്നത്. അസെൻഡിങ് ഓർഡറിൽ ഒരു അറേ തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഡ്യൂപ്ലിക്കേറ്റ്സിനെ ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ എത്ര എലമെന്റ്സ് യൂണിക് എലമെന്റ്സ് ഉണ്ട് ആ കൗണ്ട് ആണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ഇൻപ്ലേസ് അൽഗോരിതം എന്ന് പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഇൻപ്ലേസ് മീൻസ് നമ്മൾ വേറെ എക്സ്ട്രാ മെമ്മറി യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഈ അറേ സ്റ്റോർ ചെയ്യാനായിട്ട് വേറെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഈ അറേയിൽ തന്നെ എന്തെങ്കിലും മാനിപ്പുലേഷൻ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 10 എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ യൂണിക് എലമെന്റ് നോക്കിക്കഴിഞ്ഞാൽ 0, 1, 2, 3, 4 ഇതാണ് യൂണിക് എലമെന്റ്സ്. ഓക്കെ, അതായത് നമുക്ക് ഔട്ട്പുട്ട് വരേണ്ടത് 5 ആണ്. അതായത് നമ്പർ ഓഫ് യൂണിക് എലമെന്റ്സ് ആണ് വരേണ്ടത്. പിന്നീട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഡസ് നോട്ട് മാറ്റർ വാട്ട് യു ലീവ് ബിയോണ്ട് ദ റിട്ടേൺ കെ. അതായത് എത്ര എലമെന്റ്സ് യൂണിക് മാത്രം നമുക്ക് റിട്ടേൺ ചെയ്യാം, അല്ലാതെ നമുക്ക് ഇവിടെ ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എന്തായാലും പ്രശ്നമില്ല എന്ന് അവർ പറയണം. അതുകൊണ്ട് നമ്മൾ അത് ബോധറേണ്ട ആവശ്യമില്ല. നമുക്ക് ഫസ്റ്റ് കെ എലമെന്റ്സ് യുണിക് ആയിട്ട് നമുക്ക് എടുത്തു വെക്കുക, ബാക്കി എന്തായാലും പ്രോബ്ലം ഇല്ല. അപ്പൊ അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെ സോൾവ് ആക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നോർമലി ഒരു പ്രോബ്ലം നമുക്ക് എല്ലാ പ്രോബ്ലവും നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n സ്ക്വയറും ഒക്കെ വരും. അതുപോലെ തന്നെ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ എക്സ്ട്രാ മെമ്മറി യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് വെച്ച് ഈ പ്രോബ്ലം എന്തായാലും സോൾവ് ആക്കാൻ പറ്റില്ല. അപ്പൊ ഇത് സോർട്ടഡ് അറേ എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് 2 പോയിന്റർ മെത്തേഡാണ്. ഇപ്പൊ 2 പോയിന്റർ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഈ ഒരു പ്രോബ്ലം സോൾവ് ആക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് എന്റെ അടുത്തുള്ള ഇൻപുട്ട് അറേ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ 2 പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഐ ആൻഡ് ജെ. ഐ എന്ന് പറയുന്നത് ഈ ഓരോ എലമെന്റ്സ് ആയിട്ട് ട്രാവേഴ്സ് ചെയ്തിട്ട് അതിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഞാൻ ഈ ഐ എന്ന് പറയുന്ന പോയിന്റർ യൂസ് ചെയ്യുന്നത്. ജെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഓവർ റൈറ്റ് ചെയ്യുന്നത് ജെ വെച്ചിട്ടാണ്. ജെ പോയിന്റർ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് അറിയാം നമ്മുടെ ഫസ്റ്റ് എലമെന്റ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അല്ലെ. സെക്കൻഡ് എലമെന്റോട്ട് നമ്മൾ ചെക്ക് ചെയ്താൽ മതി ഡ്യൂപ്ലിക്കേറ്റ് ആണോ അല്ലേന്ന് അല്ലെ. സോ നമ്മൾ ഐ ആൻഡ് ജെ സ്റ്റാർട്ട്സ് വിത്ത് ദിസ് ഫസ്റ്റ് ഇൻഡെക്സ്. ഓക്കെ, ഫസ്റ്റ് ഇൻഡെക്സ് തൊട്ടാണ് ഐ ആൻഡ് ജെ സ്റ്റാർട്ട് ആകുക. ഐയും ജെയും ഇനിഷ്യലി ഫസ്റ്റ് ഇൻഡെക്സിൽ ഇരിക്കും. എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യണം എന്താന്ന് വെച്ചാല് ith എലമെന്റും i-1 എലമെന്റും കൂടെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കും. അതായത് ഈ രണ്ട് എലമെന്റ്സും ഈക്വൽ ആണോ അല്ലയോ. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഐ ആൻഡ് i-1 ഈക്വൽ ആണല്ലോ അല്ലെ. ഈക്വൽ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഐനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. ഓക്കെ, ഞാൻ എന്താ ചെയ്യണേ, ഐയും i-1ഉം ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അത് രണ്ടും ഈക്വൽ ആണോ, അതായത് അതും പ്രീവിയസ് എലമെന്റും ഈക്വൽ ആണെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എന്റെ ഐയുടെ പോയിന്റർ ഒന്ന് ഞാൻ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി ഞാൻ എഗെയിൻ ചെക്ക് ചെയ്യാണ്, ഐയും i-1ഉം എഗെയിൻ ചെക്ക് ചെയ്യും. അപ്പൊ ഇവിടെ ith എലമെന്റ് 1ഉം jth എലമെന്റ് 0 ആണ്. അപ്പൊ ചെക്ക് ചെയ്യുമ്പോൾ എന്താ പറയണേ, അവിടെ ഈക്വൽ അല്ല. ഈക്വൽ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായി നമുക്ക് എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യാൻ സമയമായി, നമുക്ക് ഓവർ റൈറ്റ് ചെയ്യാൻ സമയമായി. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ഈ എലമെന്റിനെ എടുത്ത് ഈ 1 എന്ന് പറയുന്ന എലമെന്റിനെ എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കണം. അപ്പൊ ഞാൻ ഈ 1 എന്ന് പറയുന്ന എലമെന്റിനെ കൊണ്ട് ഇവിടെ വെച്ചു. ഓക്കെ, 1നെ ഇവിടെ കൊണ്ടുവച്ചു. അങ്ങനെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ജെയുടെ വാല്യൂ ജെ പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ജെ പോയിന്ററിനെ ഇവിടെ കൊണ്ടുവച്ചു. ഒപ്പം നമ്മൾ ഐ പോയിന്ററും ഓരോ എലമെന്റ് ട്രാവേഴ്സ് ചെയ്യുമ്പോൾ ഇൻക്രിമെന്റ് ആണല്ലോ, ഐ പോയിന്ററും ഇൻക്രിമെന്റ് ചെയ്യുക. ഐ ഇവിടെ എത്തി. ഓക്കെ, എഗെയിൻ ഞാൻ ചെക്ക് ചെയ്തു ith എലമെന്റും i-1 എലമെന്റും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോ ഈക്വൽ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഐ ഇൻക്രിമെന്റ് ചെയ്ത് നെക്സ്റ്റ് എലമെന്റിലോട്ട് പോവുക. ഐ ഇപ്പൊ ഇവിടെ എത്തി. ഓക്കെ, എഗെയിൻ ഐ ആൻഡ് i-1 ചെക്ക് ചെയ്തു. ഐ ആൻഡ് i-1 ചെക്ക് ചെയ്യുമ്പോൾ എന്താ പറയുന്നത്, അവിടെ ഈക്വൽ ആണ്. ആ ഈക്വൽ ആണ് ഞാൻ പറഞ്ഞു, എഗെയിൻ ഐ ഇൻക്രിമെന്റ് ചെയ്ത് പോവുക. ഇപ്പോൾ ഐ ഇവിടെ എത്തി. ഇനി നമ്മൾ ചെക്ക് ചെയ്തു, ഐയും i-1ഉം ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പോൾ എന്താ മനസ്സിലായത്, അത് യുണിക് ആണ് അല്ലെ, ഈക്വൽ അല്ല. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മൾ അടുത്ത് റീപ്ലേസ് ചെയ്യേണ്ട ടൈമായി. അപ്പോൾ എന്ത് ചെയ്തു, ഇപ്പോഴത്തെ കറണ്ട് ith എലമെന്റിനെ ജെ എവിടെയാണോ നിൽക്കുന്നത് അവിടെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 2 ആണ് അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ 2 ആയിട്ട് റീപ്ലേസ് ചെയ്തു. ഇത് 2 ആയി. മനസ്സിലാവുന്നുണ്ടോ, ഇതിനെ റീപ്ലേസ് ചെയ്തു. അപ്പൊ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ജെയിനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് പോവുക. അപ്പോൾ ജെ എന്ന് പറയുന്നത് എവിടെയാണ്, ജെ നമ്മുടെ ഇവിടെ എത്തി. ഇപ്പൊ ജെ ഇവിടെയാണ്. ഓക്കെ, സോ നൗ നമുക്ക് ഐയും കൂടെ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കാം. ഐ ഇവിടെ എത്തി. ഓക്കെ, ഇനി ഐയും i-1ഉം ചെക്ക് ചെയ്തു, അത് ഈക്വൽ ആണ്. ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ട, ഐ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് പോവാം. അപ്പൊ ഐ ഇവിടെ എത്തി. ഓക്കെ, ഇനി ഐയും
i-1 എലമെന്റും ചെക്ക് ചെയ്യുക. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അത് ഡിഫറെന്റ് ആണ്. അത് മീൻസ് എന്താണ്, നമുക്ക് അടുത്ത് വീണ്ടും റീപ്ലേസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ എലമെന്റിനെ കൂടെ ഇവിടെ കൊണ്ട് വെക്കുകയാണ്. 3 എന്ന് പറയുന്ന എലമെന്റിനെ കറണ്ട് jth പൊസിഷനിലോട്ട് എടുത്തു വെച്ചു. ക്ലിയർ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു, ജെ ഇൻക്രിമെന്റ് ചെയ്യുക, ഐ ഇൻക്രിമെന്റ് ചെയ്യുക. അപ്പോൾ ജെ ഞാൻ ഇവിടെ ഇൻക്രിമെന്റ് ചെയ്തു, ഐ നമുക്ക് ഇവിടെ ഇൻക്രിമെന്റ് ചെയ്തു. ഓക്കെ, ഇനി അഗെയിൻ ith എലമെന്റും i-1 എലമെന്റും ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പോൾ അത് ഈക്വൽ ആണ്. അത് മീൻസ് എന്താണ്, ഞാൻ പറഞ്ഞു, അങ്ങനെ വരികയാണെങ്കിൽ ഐ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുക. അപ്പോൾ ഐ ഇവിടെ എത്തി. ഇനി നമ്മൾ നോക്കുകയാണ് രണ്ട് എലമെന്റ്സ് ith എലമെന്റും i-1 എലമെന്റും ഈക്വൽ ആണോ നോക്കി. ഈക്വൽ അല്ല. ഈക്വൽ അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യണം, ഈ jth പൊസിഷനിലോട്ട് ഈ ith-ലുള്ള എലമെന്റിനെ കൊണ്ടുവയ്ക്കണം. അപ്പൊ ഞാൻ ഇവിടെ ഇതിനെ ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് 4 ആക്കാണേ, 4 ആക്കി. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ജെനെ ഇൻക്രിമെന്റ് ചെയ്യുക, ഐനെ ഇൻക്രിമെന്റ് ചെയ്യുക. അപ്പോ എന്റെ ജെ ഇവിടെ വന്നു, എന്റെ ഐ പുറത്ത് വന്നു. അതായത് കഴിഞ്ഞു, ആ ലൂപ്പ് കഴിഞ്ഞു. അതായത് നമ്മുടെ പ്രോഗ്രാമിന്റെ ലൂപ്പ് എക്സിറ്റ് ആയി. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യൂണിക് എലമെന്റ്സ് എന്ന് പറയുന്നത് ഇത് ഇത്രയാണ് അല്ലെ, ഇത്രയാണ്. അതായത് 0 1 2 3 4. അതായത് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത്, ലെങ്ത് ഓഫ് ദ യൂണിക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അതായത് 5 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് 0th ഇൻഡെക്സ്, ഇത് ഫസ്റ്റ് ഇൻഡെക്സ്, ഇത് സെക്കൻഡ് ഇൻഡെക്സ്, തേർഡ്, ഫോർത്ത്, പിന്നെ ഐ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 5th-ലാണ് നിൽക്കുന്നത്. അതായത് 5 ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത് എ തന്നെ അങ്ങ് റിട്ടേൺ ചെയ്ത് കൊടുത്താൽ മതി. ക്ലിയർ ആവുന്നുണ്ടോ? പിന്നെ ഇവിടെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഇവിടെ എന്തായാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ആ പ്രോഗ്രാമിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ യൂണിക് എലമെന്റ്സ് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് ഇവിടെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ലോജിക് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് 2 പോയിന്റർ അപ്രോച്ചിൽ ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ആക്കുന്നത്. സോ ഇവിടെ ടൈം കോംപ്ലക്സിറ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ വേറെ ഒന്നും എക്സ്ട്രാ ഒരൊറ്റ ലൂപ്പ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്. പിന്നെ സ്പേസ് നമ്മൾ ജസ്റ്റ് 2 പോയിന്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് 1 തന്നെയാണ്. ഓക്കെ, ഇനി ഇതെങ്ങനെ നമ്മൾ കോഡ് ചെയ്യാന്ന് കൂടെ നോക്കാം. ഞാൻ പറഞ്ഞു നമ്മൾ 2 പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളില് നമ്മൾ ജെനെയൊക്കെ ഇനിഷ്യലി 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഞാൻ അതിനായിട്ട് ഒരു വേരിയബിൾ നമ്മുടെ പോയിന്റർ ജെ ഇസ് ഈക്വൽ ടു 1 എന്ന് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒരു ലൂപ്പ് യൂസ് ചെയ്യണം. നമ്മൾ ഓരോ എലമെന്റ്, അതായത് നമ്മൾ പറഞ്ഞു ഐ എന്ന് പറയുന്നത് എന്താണ്, ആ ഓരോ എലമെന്റ് ആയിട്ട് ട്രാവേഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ 4i ഇൻ റേഞ്ച് ഓഫ്, ഇവിടെ നമ്മൾ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് എലമെന്റ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ 1 കോമ നമുക്കിവിടെ ലെങ്ത് അല്ലെ, ലെങ്ത്തിന് ഞാൻ ഉപയോഗിക്കുന്നത് ലെങ്ത് ഓഫ് നംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരുടെ ലെങ്ത് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ നം ഓഫ് ഐയും i-1 എലമെന്റും കൂടെ കമ്പയർ ചെയ്യാം അല്ലെ. അതായത് ഇവിടെ ഇഫ് നംസ് ഓഫ് ഐ ഈക്വൽ ടു നംസ് ഓഫ് i-1, അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ നമുക്ക് നോട്ട് ഈക്വൽ ആക്കി കൊടുക്കണം. നോട്ട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ jth പൊസിഷനിലോട്ട് ith പൊസിഷനിലുള്ള എലമെന്റിനെ എടുത്ത് വെക്കണം അല്ലെ. അതായത് നംസ് ഓഫ് ഐ നോട്ട് ഈക്വൽ ടു നംസ് ഓഫ് i-1 എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഒരു ഇതിൽ പറഞ്ഞില്ലേ, അതായത് ഇപ്പോഴത്തെ കേസസിൽ എപ്പോഴാണ് ഒരു യൂണിക് എലമെന്റിനെ കാണുന്നത് അപ്പോഴും എടുത്ത് റീപ്ലേസ് ചെയ്യാം. നോട്ട് ഈക്വൽ ആണെങ്കിൽ റീപ്ലേസ് ചെയ്യണം. അപ്പൊ അതാണ് ഞാൻ ആദ്യം ചെയ്യണേ. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ്, ആ jth പൊസിഷനിലോട്ട് അല്ലെ, നംസിന്റെ jth പൊസിഷനിലോട്ട് ith പൊസിഷനിലുള്ള എലമെന്റിനെ എടുത്ത് വെക്കണം. ഓഫ് ജെ ഈക്വൽ ടു നംസ് ഓഫ് ഐ എന്ന് പറയണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ജെ ഒന്ന് നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് ഓവറൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ജെനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യണം അല്ലെ. അതാണ് ജെ പ്ലസ് ഈക്വൽ ടു 1. ഓക്കെ, ജെയിലാണ് നമ്മുടെ കൗണ്ട് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ ജസ്റ്റ് സിംപ്ലി നമുക്ക് ആ ജെനെ അങ്ങ് റിട്ടേൺ ചെയ്ത് കൊടുത്താൽ മതി. സോ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഇത് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് ഇൻ ദ കമന്റ് സെക്ഷൻ. ഐ വിൽ ട്രൈ ടു റിപ്ലൈ. So that's it for today's video. Thank you for watching. Have a nice day.